അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്ട്രാ വരുമാനം ആഗ്രഹിച്ച് വരുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇനി വരുന്ന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കിട്ടാൻ പറ്റുന്ന ഏത് മേഖലയാണോ അത് കണ്ടെത്തി അതിൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്താൽ മാത്രമാണ് ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് പിക്ചർ കാണാം, റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു പിക്ചർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കാണിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് റിയൽ എസ്റ്റേറ്റ് മേഖല. കാരണം ഈ ലോകം സൃഷ്ടിക്കപ്പെട്ട സമയത്ത് എന്ന് വെച്ചാൽ ഭൂമി ഉണ്ടായ സമയത്ത് മുതൽ ഇന്ന് വരെയായിട്ടും ഒരിക്കൽ പോലും ഭൂമിയുടെ ഒരു ഇഞ്ച് പോലും വർദ്ധിച്ചിട്ടില്ല. പക്ഷെ നമ്മളറിയാം ഓരോ ദിവസം ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ട് വരുന്നു. അപ്പോൾ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം വില ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ 2005 ഏകദേശം 5 ലക്ഷം രൂപ ഒരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് ഇന്നത്തെ അവസ്ഥയിലേക്ക് 4 കോടി രൂപ റിട്ടേൺ കിട്ടുന്ന ഒരു അസറ്റായിട്ട് അദ്ദേഹത്തിന് മാറി. അപ്പോ ഇനി വരുന്ന കാലഘട്ടത്തിൽ നമ്മളൊരു എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ നമുക്ക് അത് സ്വീകരിക്കാം. ഓക്കെ. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഗോൾഡ് ആണ്. ഈ ലോകത്ത് എല്ലാവരും തന്നെ ഒരു അസറ്റായിട്ട് പണ്ട് മുതലേ ഉപയോഗിച്ചിരുന്ന സാധനമാണ് സ്വർണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗോൾഡിന്റെ ഇപ്പൊ ഒരു 10 വർഷത്തെ ഒരു ഗ്രാഫ് എടുത്തു നോക്കിയാൽ ഒരിക്കൽ പോലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഗ്രോത്ത് ആണ് ഗോൾഡിൽ വന്നിട്ടുള്ളത്. അപ്പോൾ 10 വർഷം മുമ്പ് നമ്മളിത് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു, ഗോൾഡിൽ കുറച്ച് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് നല്ലൊരു ഗ്രോത്ത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. കാരണം ഈ കൃത്യമായിട്ട് 2026 2016 ഏകദേശം ഒരു 35,000 രൂപയ്ക്കാണ് ഗോൾഡിന് വില ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത് 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരെ വില എത്തിയിരിക്കുന്നു. ഓക്കെ. അതുപോലെ തന്നെയാണ് ഷെയർ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രി. ഞാനിതിപ്പോ ഷെയർ മാർക്കറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ അറിയില്ലെങ്കിൽ പോലും ലോകത്തെ നമ്പർ 1 കോടീശ്വരൻ എന്ന് പറയുന്ന എലോൺ മസ്ക്, അദ്ദേഹത്തിന്റെ പൂർണ്ണമായിട്ട് ഭൂരിപക്ഷം അസറ്റ് എന്ന് പറയുന്നത് ഷെയർ ആണ്. അദ്ദേഹത്തിന് വലിയ ബിസിനസ് ഉണ്ട്, പക്ഷെ എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ കൂടുതൽ അസറ്റ് എന്ന് പറയുന്നത് ഷെയർ ആണ്. അപ്പൊ നല്ല നല്ല കമ്പനികളുടെ പ്രൊജക്റ്റിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് വരുന്ന ഫ്യൂച്ചറിൽ ഏറ്റവും നല്ല ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന മേഖലയാണ് ഷെയർ മാർക്കറ്റിംഗ്. പിന്നെ ഇതെല്ലാം നമ്മൾ പറഞ്ഞ അസറ്റ് ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഇനി ടെക്നിക്കൽ പരമായിട്ട് കഴിവുള്ള ആളുകൾക്ക് ഇന്ന് വേറെ അവസരങ്ങൾ വരുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നിർമ്മിത ബുദ്ധി, AI ടെക്നോളജി എന്ന് പറഞ്ഞൊരു റവല്യൂഷന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇനി വരുന്ന ഫ്യൂച്ചറിൽ ഇത് കടന്നു വരാൻ എല്ലാ മേഖലയിലും ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നുവരവുണ്ടാവും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സ്കില്ലുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഇന്ന് കടന്നു വരുന്ന വ്യക്തികൾക്ക് ഫ്യൂച്ചറിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാക്കാൻ ഓപ്ഷൻ ഉണ്ട്. ഇനി നെക്സ്റ്റ് നമ്മളൊരു ആപ്ലിക്കേഷൻ ആണ് ഫോണിൽ നമ്മൾ എടുത്തു പോയി കഴിഞ്ഞാൽ നിരവധി ആപ്ലിക്കേഷൻസ് നമുക്ക് കാണാൻ പറ്റും. പണ്ട് കാലത്ത് നമ്മൾ ഷോപ്പിൽ പോയിട്ടാണ് ഷോപ്പിംഗ് നടത്തിയിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് 24 മണിക്കൂർ ഏത് സമയത്ത് വേണം ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കാലഘട്ടം മാറിയിരിക്കുകയാണ്. അതെല്ലാം നമ്മുടെ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് നമുക്ക് എത്തുന്നത്. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുന്നത്, വണ്ടി ടാക്സി വിളിക്കുന്നത് എല്ലാം നമുക്കിന്ന് ആപ്ലിക്കേഷൻ വഴിയാണ്. അപ്പോൾ അതിന്റെ ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറയാം. ഇപ്പൊ ട്രെയിൻ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അറിയാം ഇന്ന ട്രെയിൻ എപ്പോൾ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ അന്വേഷണ റിപ്പോർട്ടിൽ ചോദിക്കണമായിരുന്നു. പക്ഷെ വേർ ഇസ് മൈ ട്രെയിൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇപ്പോ നിലവിൽ വരുന്നുണ്ട്. ഈ ആപ്ലിക്കേഷന്റെ പ്രത്യേകത, നമുക്ക് എപ്പോഴാണ് ട്രെയിൻ പുറപ്പെടേണ്ടത്, അത് പുറപ്പെടുന്ന സമയം തുടങ്ങി എവിടെയാണ് നമ്മുടെ സ്പോട്ട്, അവിടെ എത്തുന്ന സമയം വരെ വ്യക്തമായിട്ട് കാണിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇന്ത്യയിലെ ഒരു 5 IT വിദഗ്ധര് ഡെവലപ്പ് ചെയ്തതാണ്. അത് നിലവില് നമ്മുടെ ഗൂഗിൾ പർച്ചേസ് ചെയ്ത് ഏകദേശം 2500 കോടി രൂപയ്ക്കാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി വരുന്ന കാലഘട്ടത്തിൽ ഇതിൽ മൊബൈലിൽ ഒരു ന്യൂജനായിട്ടുള്ള ഒരു എന്താ പറയാ പുതിയ ടെക്നിക്കൽ പരമായിട്ട് ഒരു ആപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു അവസരമുണ്ട്. ഇതെല്ലാം ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള 5 കാര്യങ്ങളും ഇന്ന് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കിട്ടുന്നതാണ്. അവിടെയൊക്കെ നമ്മുടെ സ്കില്ലും കാര്യങ്ങളൊക്കെ, സ്കില്ല് വേണം, സാമ്പത്തികം വേണം, ഒക്കെ വേണം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ക്രിപ്റ്റോയാണ്. ക്രിപ്റ്റോനെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ ഒറ്റ ഒരു കണ്ടീഷനാണ് ഞാൻ നോക്കിയിട്ട് മനസ്സിലായിട്ടുള്ളത്. ഏകദേശം നമുക്കൊരു ആവശ്യക്കാരനാണോ, സാമ്പത്തികപരമായിട്ട് ഉയരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്കില്ല് ആവശ്യമില്ല, സാമ്പത്തികം ആവശ്യമില്ല, നമ്മുടെ എഫേർട്ട് ഇടാൻ നമ്മൾക്ക് തയ്യാറാണെങ്കിൽ ഉയർച്ച ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ക്രിപ്റ്റോ എന്ന് പറയുന്നത്. അത് ഇപ്പൊ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ അടുത്ത സ്ലൈഡിൽ നിങ്ങൾക്ക് അതിന്റെ ഉദാഹരണ സഹിതം വ്യക്തമാക്കി തരാം. ഇന്ന് ലോകത്തെ ഏറ്റവും നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന കോയിനാണ് ബിറ്റ് കോയിൻ. അതിനുശേഷം എത്തേറിയം വന്നിട്ടുണ്ട്, അതിനുശേഷം BNB വന്നിട്ടുണ്ട്, അതിനുശേഷം സൊലാന വന്നിട്ടുണ്ട്.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ എത്തേറിയം BNB വന്ന സമയത്ത് ഏകദേശം BNBയുടെ പ്രൈസ് എന്ന് പറയുകയാണെങ്കിൽ 0.03 ആണ്, എന്ന് വെച്ചാൽ 3 സെന്റ്. ഇന്ത്യൻ രൂപയിൽ പറയുകയാണെങ്കിൽ 3 പൈസയാണ് നിലവിൽ വന്നിട്ടുള്ളൂ. ആ 3 പൈസയ്ക്ക് വന്നിട്ടുള്ള ഒരു ടോക്കൺ ഏകദേശം 1 കോടി രൂപയ്ക്ക് മേലെ പോയി 2025. ആലോചിച്ച് നോക്കൂ, 2029 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ടോക്കൺ ആണ്. വെറും സ്റ്റാർട്ടിങ്ങിൽ 3 പൈസ വന്നിട്ടുണ്ടായുള്ളൂ. അത് 25 ആയപ്പോഴേക്ക് 1 കോടി രൂപയ്ക്ക് ഇപ്പൊ ഏതാണ്ട് 68 ലക്ഷം രൂപയിൽ നിൽക്കുന്നുണ്ട്. അതിനുശേഷം വന്നിട്ടുള്ള എത്തേറിയം എന്ന് പറയുന്ന ടോക്കൺ ഇന്ത്യൻ മണി 31 രൂപയിൽ വന്ന ടോക്കണാണ്. ഏകദേശം അത് 2021 വന്നപ്പോ 5 ലക്ഷം രൂപയുടെ അടുത്ത് വരെ ആ ടോക്കണിന്റെ പ്രൈസ് ഉയർന്നു. ഇന്ന് 1.5 ലക്ഷം രൂപയിൽ നിൽക്കുന്നുണ്ട്. BNB ആണെങ്കിലും 15 രൂപയ്ക്ക് വന്ന ടോക്കണാണ്. അത് ഏകദേശം 1.5 ലക്ഷം രൂപ വരെയും പോയിട്ടുണ്ട്. ഇനി ഏറ്റവും അവസാനം 2020 വന്നിട്ടുള്ള സൊലാന എന്ന് പറയുന്ന ടോക്കൺ ഏകദേശം 22 രൂപയ്ക്ക് വന്നതാണ്. ഇന്ന് ഏകദേശം 30,000 രൂപയുടെ അടുത്ത് വരെ ഗ്രോത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഏതൊരു ടോക്കണിന്റെയും സ്റ്റാർട്ടിംഗ് സ്റ്റേജിന്റെ പ്രൈസ് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാവാൻ പറ്റും. 3 സെന്റ്, 3 രൂപ, അതോ 3 പൈസ, 31 രൂപ, 15 രൂപ, 22 രൂപ, ഇങ്ങനെയാണ് ഓരോ ടോക്കണിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് വന്നിട്ടുള്ളത്. അപ്പോൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നമുക്ക് ഈ ടോക്കണെ കുറിച്ചിട്ട് അറിയാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും സാധിച്ചിരുന്നെങ്കിൽ, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയായിരുന്നെങ്കിൽ ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് നല്ലൊരു ഗ്രോത്ത് കിട്ടിയേനെ. ആലോചിക്കുക. പക്ഷെ അത് എന്തുകൊണ്ട് സംഭവിച്ചില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2009 എന്ന് പറയുമ്പോൾ ഒരു ക്രിപ്റ്റോയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണ്. അതിനെ കുറിച്ചിട്ട് നമുക്ക് ഇന്നുള്ള അറിവ് അന്ന് ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ടും നമുക്ക് അറിവില്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അവസരങ്ങളെല്ലാം നമുക്ക് മിസ്സായി. പക്ഷെ ഇനിയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ടോക്കണിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രാക്ടിക്കൽ നടക്കില്ല. കാരണം ഇത് ഓൾറെഡി ഡെവലപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. ഇനി എന്താണ് നെക്സ്റ്റ് ഓപ്ഷൻ? ദാറ്റ് ഈസ് നെക്സ്റ്റ്. അടുത്തൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇതുപോലെയുള്ള സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ വരുന്ന ടോക്കണിൽ കണ്ടെത്തി അതിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ സാധിച്ചാൽ ഒരു 4-5 വർഷത്തിന് ശേഷം നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കും. കാരണം ഇനി വരുന്ന കാലഘട്ടത്തിൽ ലോകം മൊത്തം ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ക്രിപ്റ്റോ എന്ന് പറയുന്നത്. അതിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ആളുകൾക്ക് എല്ലാം തന്നെ നല്ല ഉയർച്ച ഉണ്ടാവും. അപ്പൊ ഇതിനകത്ത് ഒരു ടോക്കണെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ബുദ്ധിമുട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 20,000 മുതൽ 35,000 മേലെയുള്ള ടോക്കൺസ് ഇന്ന് മാർക്കറ്റിലുണ്ട്. ഇതിൽ ഏത് ടോക്കണാണ് നല്ലത്, ഏതാണ് മോശം എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. പക്ഷെ ഒരു ടോക്കൺ നമ്മളിന്ന് പരിചയപ്പെടുകയാണ്. ആ ടോക്കൺ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. അത് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം. നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ടോക്കണിന്റെ പേരാണ് ലിക്മക്സ്. ലിക്മക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഓൾറെഡി അവരുടെ ടോക്കണിന്റെ പേര് ലിക്മക്സ് എന്നാണ്. അതിനെ ഷോർട്ടായിട്ട് നമ്മൾ വിളിക്കുന്നു LMX ടോക്കൺ എന്ന് പറയുന്നു, ചെറിയ ഷോർട്ട് നെയിമില്. സൊലാനയുടെ ബ്ലോക്ക് ചെയിനിലാണ് അത് റൺ ചെയ്യുന്നത്. 100 കോടി ടോക്കണാണ് അവരുടെ ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്? എന്താണ് കമ്പനി? എബൌട്ട് കമ്പനി എന്നാണെന്ന് ഉദ്ദേശിക്കുന്നത്. രജിസ്ട്രേഷൻ നമുക്ക് UK അതിന്റെ രജിസ്ട്രേഷൻ വന്നിട്ടുള്ളത്. മേജർ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ക്രിപ്റ്റോ പ്രോജക്റ്റ് ആണ്. ക്രിപ്റ്റോ പ്രോജക്റ്റ് ആണ് ഇവർ ഉദ്ദേശിക്കുന്നത്. Web3 വരുന്ന ക്രിപ്റ്റോ ബേസ് ചെയ്തിട്ടുള്ള പ്രോജക്റ്റുകൾ ഏകദേശം 28ഓളം പ്രോജക്റ്റുകൾ ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൽ ഇന്ന് ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ പ്രോജക്റ്റുകളും അവർക്ക് അത്യാവശ്യം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോജക്റ്റുകളാണ്. അതിൽ ആദ്യമായിട്ട് ലിക്മക്സിന്റെ ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് ഇനി അടുത്തതായിട്ട് ലോഞ്ച് ചെയ്യാൻ പോണത്. ഏകദേശം 75,000 മെമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ കമ്പനി അടുത്തതായിട്ട് ലോഞ്ച് ചെയ്യാൻ പോണതാണ് ഡീസെൻട്രലൈസ്ഡ് വാലറ്റ്. ക്രിപ്റ്റോ നമുക്ക് വാങ്ങി സൂക്ഷിക്കാനും ഉപയോഗിക്കാനും പറ്റുന്ന ഒരു വാലറ്റാണ്. ഡീസെൻട്രലൈസ്ഡ് വാലറ്റാണ് അവർ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഇതുപോലെ ഒത്തിരി വാലറ്റുകൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. പക്ഷെ ലിക്മക്സിൻ്റെതായിട്ട് ഒരു വാലറ്റ് ഓൾറെഡി അവർ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അത് അതിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 34ഓളം രാജ്യങ്ങളുടെ കറൻസികൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്രിപ്റ്റോ വാങ്ങിക്കാനുള്ള ഒരു ഓപ്ഷൻ ആ വാലറ്റിലുണ്ട്. ഓക്കെ. രണ്ടാമത് യൂണിവേഴ്സൽ ലോട്ടറി. ഓൾറെഡി ആ ലോട്ടറിയുടെ സൈറ്റ് ഓൾറെഡി ഓപ്പൺ ആയതാണ്, ലോഞ്ച് ചെയ്തതാണ്. 30,000 കമ്മ്യൂണിറ്റി ഓൾറെഡി വന്ന സമയത്ത് ലോട്ടറി സെക്ഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് ലോട്ടറി എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നിലവിൽ. പക്ഷെ അത് ഫുൾ ഫങ്ഷൻ ആയിട്ടില്ല എന്നുള്ളത് തുറന്നു പറയാണ്. അപ്പോൾ ലോകത്തെ എവിടെ നിന്നുകൊണ്ടും ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് ലോട്ടറി എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കമ്പനി കൊണ്ടുവരുന്നത്. അത് അവരുടെ ഫസ്റ്റ് പ്രോജക്റ്റ് ആണ്. അതിനുശേഷം ഇപ്പോൾ ഈ വാലറ്റ് ഓൾറെഡി 70,000 പേരാകുമ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം വന്നേക്കുന്നതാണ് ക്രിപ്റ്റോ വിസ കാർഡ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ക്രിപ്റ്റോ എന്ന് പറയുന്ന ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരികയാണ്.
പക്ഷെ അവിടെ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഈ ക്രിപ്റ്റോ കറൻസി ഉണ്ടെങ്കിലും അത് നമ്മുടെ ഇന്ത്യൻ മണി ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാൻ പല പ്രാക്ടിക്കൽ വിഷയങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ അതിനൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന രീതിയിലാണ് വിസ കാർഡ് കമ്പനി കൊണ്ടുവരുന്നത്. ഏകദേശം 184 രാജ്യങ്ങളിൽ ഈ കാർഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതിന് പ്രത്യേകത. അവിടുത്തെ രാജ്യങ്ങളുടെ കറൻസി ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഈ കാർഡ് ഉപയോഗിക്കുന്നവർ എല്ലാവർക്കും കിട്ടും. അപ്പൊ നമ്മുടെ കയ്യിൽ ക്രിപ്റ്റോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്രിപ്റ്റോ USDT ഏതെങ്കിലും ഉണ്ടെങ്കിൽ പോലും അത് ഇവരുടെ വാലറ്റിലേക്ക് കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നേരെ ATM വഴി നമുക്കത് വിഡ്രോ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇവർ കൊണ്ടുവരുന്നത്. കൂടാതെ അടുത്ത പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഗെയിമി പ്ലാറ്റ്ഫോമാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുവിധം പ്രായത്തിൽ ഒത്തിരി പ്രായമുള്ളവർ അല്ലെങ്കിൽ ചെറുപ്രായത്തിൽപ്പെട്ട മിക്ക ആളുകളും ഗെയിം കളിച്ച് കാശുണ്ടാക്കണം, റമ്മി കളിച്ച് കാശുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഗെയിമിൽ പങ്കെടുക്കുന്നില്ല പോലും മാർക്കറ്റിൽ അങ്ങനത്തെ ഒരു ബിസിനസ് ഓൾറെഡി നടക്കുന്നുണ്ട്. ഗെയിം കളിച്ചിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഓൾറെഡി ഉണ്ട്. അത് ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് വഴി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ ഗെയിമിംഗ് പ്ലാറ്റ്ഫോം കമ്പനി കൊണ്ടുവരുന്നുണ്ട്. പിന്നെ കമ്പനി കൊണ്ടുവരാവുന്ന പ്രഡിഷൻ മാർക്കറ്റ്. ഒരുപക്ഷെ നമുക്ക് അത്ര വലിയ കേട്ടുപരിചയമുള്ള മേഖലയല്ല പ്രഡിഷൻ മാർക്കറ്റ്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരു പ്രഡിഷൻ നടത്താം. യെസ് ഓർ നോ എന്നൊരു ഓപ്ഷനാണ് ഉണ്ടാവുള്ളൂ. യെസ് ആണെങ്കിൽ യെസ്, നോ ആണ് നോ. ഇതിൽ യെസ് പറയുന്നതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം, നോ പറയുന്നതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. എന്താണ് സംഭവിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് നേട്ടം കൊയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്. കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ഓൾറെഡി ആ മേഖലയിൽ നടക്കുന്നുണ്ട്. നമുക്കത് അറിയാൻ പാടില്ലാത്തതിന്റെ പേരിലാണ് നമുക്കത് ഏത് ചെയ്യാം, നമ്മൾ കേട്ട് പരിചയമുള്ള കേസിട്ടല്ല, പക്ഷെ അതും ഈ കമ്പനി ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നിലയിൽ കമ്പനി നെക്സ്റ്റ് അടുത്തത് ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം വരുന്ന പ്രോജക്റ്റുകൾ ഇതിനോടനുബന്ധമായിട്ട് വരും. അപ്പൊ ഇവിടെ എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ലിക്മസ് എന്ന് പറഞ്ഞ ടോക്കൺ ഓൾറെഡി അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 100 കോടി ടോക്കൺ ആണ് അതിനുവേണ്ടി കമ്പനി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതില് ആ 100 കോടി ടോക്കൺ നമുക്ക് ഇപ്പോ പറയുമ്പോൾ ബിനാൻസ് പോലത്തെ അല്ലെങ്കിൽ ഓക്കെ എക്സ്ചേഞ്ച്, ഗെറ്റ് ഐവോ എന്ന് പറഞ്ഞ ഈ എക്സ്ചേഞ്ച് 1ാമത്തെ എക്സ്ചേഞ്ച് മുതൽ 10ാമത്തെ എക്സ്ചേഞ്ച്, ഈ 10ാമത്തെ എക്സ്ചേഞ്ചിൽ വന്നിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ ഈ ടോക്കൺ ലിസ്റ്റഡ് ആണ്. അവരുടെ Web3 ലിസ്റ്റഡ് ആണ്. നിങ്ങൾക്ക് ബിനാൻസ് കയറിയിട്ട് അവരുടെ ഹോമിൽ LMX എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് അവിടെ കാണാൻ പറ്റും. ഈ ടോക്കണെ കുറിച്ചിട്ട് അതിന്റെ എംബ്ലം ഉൾപ്പെടെ അവിടെ കാണാൻ പറ്റും. അതുകൂടാതെ ഏത് ടോക്കണെ കുറിച്ചും അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് CMC കോയിൻ മാർക്കറ്റ് ക്യാപ്പ്. ഇതിലും ഈ ടോക്കൺ ഓൾറെഡി ലിസ്റ്റഡ് ആണ്. അപ്പോൾ ഒരു ടോക്കണെ കുറിച്ചിട്ട് നമുക്ക് പറയുന്നതിനേക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ഒരു എക്സ്ചേഞ്ചിന് മാത്രമായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് ബിനാൻസ് അവർ ഈ ടോക്കണെ കുറിച്ച് ഒരു ഓഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഓഡിറ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടാണ് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത്. അവർ ഓഡിറ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടിൽ 3 കാര്യങ്ങളാണ് അവർ ചെക്ക് ചെയ്യുന്നത്. ഒന്ന്, ട്രേഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും റിസ്ക് ഉണ്ടോ. രണ്ടാമത്, കോൺട്രാക്ട് അഡ്രസ്സ്, അതിനകത്ത് എന്തെങ്കിലും റിസ്ക് ഉണ്ടോ. മൂന്നാമത്, സ്കാം ആവാൻ എന്തെങ്കിലും റിസ്ക് ഉണ്ടോ. ഇതിനകത്ത് ട്രേഡിംഗ് റിസ്ക് എന്ന് പറയുമ്പോൾ അവർ മുകളിൽ കൊടുത്തിട്ടുണ്ട് റിസ്ക് അലർട്ട് 0 ആണ്. സെക്കൻഡ്, എന്തെങ്കിലും ജാഗ്രതയാവാൻ ആഗ്രഹം ഇതുണ്ടോന്ന്, നിലവിൽ എന്തെങ്കിലും നമ്മൾ അലർട്ട് ആയിരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നോക്കുമ്പോൾ അതും 0 ആണ്. നിലവിൽ അവിടെ ഒന്നാമത്തെ റിസ്ക് കുറവാണ്. രണ്ടാമത്തെ കോൺട്രാക്ട് റിസ്ക് ആണ്, അവിടെയും 0 ആണ് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തത് നമുക്ക് സ്കാം ആവാൻ എന്തെങ്കിലും അവസരമുണ്ടോ, അതും റിസ്ക് 0 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ടോക്കണെ കുറിച്ച് ബിനാൻസ് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ അവർ ഓഡിറ്റ് ആയിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഈ ബിനാൻസിൽ കയറിയിട്ട് അവരെ ഹോമിൽ കയറിയിട്ട് LMS ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇതേ സാധനം തന്നെ അവിടെ കാണാൻ പറ്റും. ഓക്കെ, 100 കോടി ടോക്കണാണ് അവർ ഡെവലപ്പ് ചെയ്തത്. ഈ 100 കോടി ടോക്കണെ അവർ കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയാണ് ടോക്കണോമിക്സ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏകദേശം കമ്മ്യൂണിറ്റി, നമുക്കറിയാം ഏത് പ്രോജക്റ്റും എന്ത് സ്ഥാപനം ലോകത്തെ എന്ത് ബിസിനസ് വന്നാലും അത് ഡെവലപ്പ് ചെയ്യണ ഈ കമ്മ്യൂണിറ്റി ഇല്ലാതെ നടക്കില്ല. ഇവിടെ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി 30% ടോക്കൺ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കമ്പനിയുടെ പ്രോജക്റ്റ് ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ട് പ്രോജക്റ്റിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് 25% ടോക്കൺ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ലിക്വിഡിറ്റി, എക്സ്ചേഞ്ചിൽ ലിക്വിഡിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് 15% ടോക്കൺ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ മാർക്കറ്റിങ്ങിന് വേണ്ടി 10% മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ പാർട്ണർഷിപ്പിൽ 6% മാറ്റി വെച്ചിട്ടുണ്ട്. ടീമിന് വേണ്ടി 5%, പിന്നെ അഡ്വൈസിന് വേണ്ടിയിട്ട് 5% മാറ്റി വെച്ചിട്ടുണ്ട്. ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് 4% മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഈ ടോക്കണെ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം
10 രൂപ വിലയാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഈ ടോക്കണിന്റെ പ്രൈസ് നിൽക്കുന്നത്. ബിനാൻസ് കയറി നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് 9.5 രൂപ തുടങ്ങി 10 രൂപ റേഞ്ചിലാണ് ഇതിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. ഫിക്സഡ് റേറ്റ് അല്ല, പലപ്പോഴും വേരിയേഷൻസ് വരും. ആവറേജ് നോക്കുമ്പോൾ 9 to 10 ഇടയിൽ ഇതിന്റെ പ്രൈസ് നിൽക്കുന്നുണ്ട്. ഈ ടോക്കണിന്റെ മാക്സിമം അവർ പറയുന്നത് ഇപ്പോൾ ബിനാൻസിന്റെ ടെക്സ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലാണ് വന്നിട്ടുള്ളത്. ഇത് അവർ ടോപ്പ് ലിസ്റ്റ് ഉദ്ദേശിക്കുന്നത്. ടോപ്പ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും അവസാനത്തെ ഒരു ഓപ്ഷനാണ് ടോപ്പ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അവിടെ ഓപ്പൺ ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനിലേക്ക് വരും. ആ സമയത്ത് $1.5 അവർ ലിസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇവർ കൃത്യമായിട്ട് അവർ സോഷ്യൽ മീഡിയയിൽ അവർ പറയുന്നുണ്ട് ഏകദേശം $1.5 അവർ ലിസ്റ്റ് ചെയ്യും. അതിന്റെ മാക്സിമം പ്രൈസ് പോകാൻ പോണത് $6 വരെ പോവാം. ഇന്ന് നമ്മൾ എടുക്കുന്ന 10 രൂപ മൂല്യമുള്ള ടോക്കണ് $1.5 വരെ $1.5 അവർ ലിസ്റ്റ് ചെയ്യുന്നു. അതിന്റെ ഹൈപ്പ് ഏറ്റവും കൂടി വന്നു കഴിഞ്ഞാൽ $6 വരെ പോകാനുള്ള സാഹചര്യമുണ്ട്. ഇങ്ങനെയുള്ള ടോക്കൺ ആണ് നമ്മൾ എടുക്കുന്നത്. ഇത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി വേണം. ഞാൻ ആദ്യമേ പറഞ്ഞു, പ്രൊജക്ട് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ കമ്മ്യൂണിറ്റി വേണം. ഏത് ബിസിനസ്സിന്റെയും തുടക്കം എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്പനി ഏകദേശം 15 കോടി ടോക്കൺ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ ഏകദേശം ഒരു 3-4 കോടി ടോക്കണിന്റെ അടുത്ത് കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി വരുന്ന ടോക്കണാണ് നമുക്ക് മൈൻ ചെയ്തെടുക്കാൻ. ഇത്രയും ടോക്കൺ ഉണ്ട്, അതിന് മൈൻ ചെയ്തെടുക്കാനുള്ള ഓപ്ഷനാണ് തന്നിരിക്കട്ടുള്ളത്. 3 ടൈപ്പിൽ നമുക്ക് മൈൻ ചെയ്യാം. ഒന്നാമത്തെ ഓപ്ഷൻ ഫ്രീ ആണ്. ₹1 നമുക്ക് മുടക്കണ്ട. ഒരു റഫർ ലിങ്ക് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, മൈനിങ്ങിൽ പങ്കെടുക്കാം. മൈൻ ചെയ്തിട്ട് ടോക്കൺ ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ. രണ്ടാമത്തെ ഓട്ടോ മൈനിങ് ആണ്. ഓട്ടോ മൈനിങ് എന്ന് പറയുമ്പോൾ പറയാം, നമുക്ക് അവിടെ ഓട്ടോമാറ്റിക്കലി നടക്കണമെങ്കിൽ അവിടെ എന്തെങ്കിലും സിസ്റ്റം വേണം. അത് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ബോട്ട് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടി വരും. വൺ ടൈം നമ്മളൊരു ബോട്ട് പർച്ചേസ് ചെയ്താൽ പിന്നീട് ആ ബോട്ട് നമുക്ക് വേണ്ടി പണിയെടുത്തോളും. അപ്പോൾ ബോട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ബോട്ടിന് നമ്മൾ പേയ്മെന്റ് കൊടുക്കണം. അതാണ് $25. 25 USDT വൺ ടൈം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫോൺ ഓഫ് ചെയ്ത് വെച്ചാൽ പോലും നമ്മുടെ വാലറ്റിൽ കൃത്യമായിട്ട് എല്ലാ ദിവസവും ടോക്കൺ കമ്പനി ഈ ബോട്ട് പർച്ചേസ് ചെയ്തോളും. അതിന്റെ പേയ്മെന്റ് ആണ് $25 USDT കൊടുത്തുകൊണ്ട് ഓട്ടോ മൈനിങ്ങിലേക്ക് നമുക്ക് മാറാം. പിന്നെയുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 20 ടോക്കണിന്റെ സ്പീഡ് കൂട്ടാൻ പറ്റും. നമ്മൾ മൈൻ ചെയ്തെടുക്കുന്നതിന് നിലവിൽ സാധാരണ മൈനിങ് ആണെങ്കിൽ മൈനിങ്ങിന്റെ സ്പീഡ് കൂട്ടാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓരോ 50 USDT മുടക്കിക്കൊണ്ട് നമുക്ക് മൈനിങ്ങിന്റെ സ്പീഡ് കൂട്ടാൻ പറ്റും. മൂല്യമുള്ള ടോക്കൺ ആണ്. അപ്പൊ പലരെ സംബന്ധിച്ചിടത്തോളം, കൂടുതൽ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എമൗണ്ട് കൂടുതൽ മുടക്കിക്കൊണ്ട് മൈനിങ്ങിന്റെ സ്പീഡ് കൂട്ടാൻ പറ്റും. ഓക്കെ. ഇവിടെ നമ്മൾ ചെയ്യാൻ പോണത് ലിക് മൈനർ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ വഴിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൈനിങ്ങിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അത് ടെലഗ്രാമിലാണ് ആപ്പ് ക്രിയേറ്റ് ചെയ്ത്. നമുക്കൊരു ടെലഗ്രാം ID വേണം. ആ ടെലഗ്രാം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ലിങ്ക്, നമ്മുടെ റഫറിൽ തരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നേരെ ടെലഗ്രാമിലേക്ക് പോകും. അവിടെ ഒരു 24 മണിക്കൂറിൽ 3 പ്രാവശ്യമാണ് മൈനിങ് ഓപ്ഷൻ ഉള്ളത്. ഒരു മൈനിങ്ങിന്റെ ടൈം എന്ന് പറഞ്ഞാൽ 8 മണിക്കൂറാണ് ഉള്ളത്. ഒരു സീസൺ ഒരു 8 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 5 ടോക്കൺ വെച്ച് കിട്ടും. അങ്ങനെ 24 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 15 ടോക്കൺ ആണ് ഒരു ദിവസം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 15 ടോക്കൺ വെച്ച് നമുക്ക് കിട്ടിയാൽ, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ഇരിക്കാം. ഇനി ഏകദേശം ഈ പറഞ്ഞ 10-11 കോടി ടോക്കണിന്റെ അടുത്ത് ഓൾറെഡി ഉണ്ട്. ഈ ടോക്കൺ 11 കോടി ടോക്കൺ ഉണ്ട്. ഇതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം 1 ലക്ഷം ടോക്കൺ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണെങ്കിൽ, ഓൾറെഡി നിങ്ങൾ സങ്കല്പിക്കുക, ഇപ്പോഴത്തെ പ്രൈസ് മാത്രം കൂട്ടുക. 1 ലക്ഷം ടോക്കൺ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റിയാൽ ഇപ്പോഴത്തെ പ്രൈസ് 10 രൂപ ഉള്ളെങ്കിൽ പോലും അതൊരു 10 ലക്ഷം രൂപയുടെ അസറ്റിലേക്ക് നമുക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാക്കാൻ പറ്റും. ഫ്യൂച്ചർ റേറ്റിൽ നമുക്ക് 10 ലക്ഷം രൂപ ഉണ്ടാവും. ഇനി കമ്പനി പറഞ്ഞ രീതിയിൽ $1.5 വരെ എത്തിയാൽ, അന്നേരം നമ്മുടെ കയ്യിൽ 1 ലക്ഷം ടോക്കൺ ഉള്ളെങ്കിൽ $1.5 എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന ടോക്കണിന്റെ പ്രൈസ് ഏകദേശം 1.5 കോടി രൂപയുടെ അടുത്തുള്ള അസറ്റിലേക്ക് മാറും. ഇനി അത് തന്നെ 6 ആയി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഞാൻ പറയാതെ തന്നെ അറിയാം, ആ രീതിയിലുള്ളൊരു എമൗണ്ട് കിട്ടാനുള്ള ഒരു സാഹചര്യം ഇവിടെയുണ്ട്. ഓക്കെ. ഇതോടൊപ്പം തന്നെ നമുക്ക് ടോക്കൺ കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇത് ഞാൻ ഇത്രയും പറഞ്ഞത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ആളുടെ എഫേർട്ടാണ്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ടോക്കൺസ് കൂടുതലാണ്, നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ആളുകൾക്ക് റഫർ ചെയ്തുകൊണ്ട് ടോക്കൺ ഏൺ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ നേരിട്ട് ഒരു വ്യക്തിക്ക് ഈ പ്രോഗ്രാം കൊടുത്ത് എന്റെ വേണ്ടപ്പെട്ട ആർക്കെങ്കിലും ഒരു സുഹൃത്തിനെ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം മൈൻ ചെയ്യുകയാണെങ്കിൽ അതിന്റെ 10% എനിക്ക് കിട്ടും. അദ്ദേഹം മൈൻ ചെയ്തെടുക്കുന്ന ടോക്കണിന്റെ 10%. അദ്ദേഹത്തിനും ഇതുപോലെ ആർക്ക് വേണമെങ്കിൽ റഫർ ചെയ്യാം. അദ്ദേഹം റഫർ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിനും കിട്ടും 10%, എനിക്ക് അപ്പോൾ അതിന്റെ 6% കിട്ടും.
ഇങ്ങനെ 10 ലെവല് വരെ നമുക്ക് എന്ത് ചെയ്യാം, ടോക്കൺ മൈൻ ചെയ്യുന്നതിന് മൈൻ ചെയ്തതിന്റെ പെർസെൻറ്റേജ് കിട്ടാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നമുക്ക് ടോക്കൺ കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റും. ഈ പ്രോഗ്രാമിന്റെ ഉദ്ദേശം നമ്മൾ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ തന്നെ മൈൻ ചെയ്ത് ടോക്കൺസ് കൂടുതൽ ഏൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെയാണ് കമ്പനി എന്ത് ചെയ്യുക, USDT. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ വരുന്ന ആളുകൾക്ക് ഓട്ടോ മൈനിങ്ങിൽ പങ്കെടുക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ബോട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ വൺ ടൈം പർച്ചേസ് ചെയ്താൽ പിന്നെ നമ്മൾ ബോട്ട് ഓപ്പൺ ചെയ്തില്ലെങ്കിൽ പോലും എന്ത് ചെയ്യും, എല്ലാ ദിവസവും ടോക്കൺ ബോട്ട് പർച്ചേസ് ചെയ്തോളും. ആ ബോട്ട് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികൾ ആരൊക്കെയാണോ, അത് നമ്മുടെ കൂട്ടത്തിൽ എൻ്റെ സുഹൃത്താണ് പർച്ചേസ് ചെയ്യുന്നത്, അദ്ദേഹം ബോട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ 30% കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു റഫർ കമ്മീഷൻ എന്ന രീതിയിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അത് 10 ലെവൽ വരെയുള്ള ആളുകളിൽ നിന്ന് നമുക്ക് കിട്ടും. ആദ്യത്തെ ലെവല് 10% ആണ് കിട്ടുന്നത്, സെക്കൻഡ് ലെവല് 5% കിട്ടും, തേർഡ് 4%. ഇങ്ങനെ 10 ലെവൽ വരെ നമുക്ക് അതിന്റെ ഇൻകം കിട്ടാൻ ഒരു ഓപ്ഷനും കമ്പനി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ചാർട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ ഓട്ടോ മൈനിങ്ങിൽ പങ്കെടുക്കുന്ന വ്യക്തികൾക്ക്, കടന്നു വരുന്ന ഓരോ വ്യക്തികൾക്കും ഇതോടെ അവരുടെ ആവശ്യത്തിന് വേണ്ടി പർച്ചേസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കമ്പനി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ചാർട്ട് നോക്കിയാൽ അറിയാൻ പറ്റും, നമ്മൾ ഓട്ടോ മൈനിങ്ങിൽ പങ്കെടുക്കുന്ന വ്യക്തികൾക്ക് മാത്രം ഒരു ഓപ്ഷൻ കമ്പനി കൊടുത്തിരിക്കുന്നത്, നിങ്ങൾ മൈൻ ചെയ്തെടുക്കുന്ന ടോക്കണിൽ ഇന്ന് ആവറേജ് 10 രൂപ മാർക്കറ്റ് പ്രൈസ് ഉണ്ട്, നിങ്ങൾക്ക് അവിടെ സ്റ്റേക്ക് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. സ്റ്റേക്ക് ചെയ്യുന്ന ടോക്കണിന് 0.5% റിട്ടേൺസ് ഉണ്ട്. അത് USDT ആയിട്ടാണ് കിട്ടുന്നത്. ഇപ്പൊ 25 USDT മുടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ ഫസ്റ്റ് മാസം നമുക്ക് കിട്ടുന്നത് 405 ടോക്കൺ ആണ്. ഇത് 18 ടോക്കണിന്റെ വെച്ചിട്ടുള്ള, നേരത്തെ 18 ടോക്കൺ ആണ് കിട്ടിക്കൊണ്ടിരുന്നത്, അത് വെച്ചിട്ടുള്ള ചാർട്ടാണ്. ഇപ്പൊ 15 ഉള്ളൂ. അപ്പൊ അതിനനുസരിച്ച് ചെറിയൊരു വേരിയേഷൻസ് വരും. അപ്പോൾ ആദ്യത്തെ മാസം നമ്മളെ സംബന്ധിച്ച് 405 ടോക്കൺ സ്റ്റേക്ക് ചെയ്യുമ്പോൾ അന്നത്തെ ആദ്യത്തെ മാസം നമുക്ക് 150 രൂപയാണ് റിട്ടേൺ കിട്ടുന്നത്. 25 USDT ബോട്ട് പർച്ചേസ് ചെയ്തു, ബോട്ട് മൈനിങ് ചെയ്യുന്നുണ്ട്, ടോക്കൺസ് നമുക്ക് കിട്ടുന്നുണ്ട്. അത് കൂടാതെ വരുന്ന ടോക്കൺ നമ്മൾ സ്റ്റേക്കിങ്ങിലേക്ക് ഇടുമ്പോൾ ഫസ്റ്റ് മാസം നമുക്ക് 150 രൂപ കിട്ടും. സെക്കൻഡ് മാസം 810 ടോക്കൺ നമ്മൾ സ്റ്റേക്ക് ചെയ്യുമ്പോൾ 450 രൂപയ്ക്ക് അത് വർദ്ധിക്കും. തേർഡ് മാസം നമുക്ക് 1215 ടോക്കണിന്റെ അടുത്ത് നമ്മൾ സ്റ്റേക്ക് ചെയ്യുമ്പോൾ 750 രൂപ കിട്ടും. ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ സ്റ്റേക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റേക്ക് ചെയ്തതിനനുസരിച്ച് നമുക്ക് റിട്ടേൺസ് ഓൾറെഡി വന്നുകൊണ്ടിരിക്കും. ഇവിടെ ഏറ്റവും ആറാമത്തെ മാസം ആകുമ്പോൾ ഏകദേശം നമുക്ക് 2430 ടോക്കൺ സ്റ്റേക്കിങ്ങിൽ വരുമ്പോൾ 1600 രൂപ നമുക്ക് കിട്ടും. കാരണം ടോട്ടൽ 6 മാസം കൊണ്ട് നമ്മൾ ഇട്ട 25 USDTക്ക് 50 USDT ആയിട്ട് റിട്ടേൺ എടുക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. 50 USDT ആയിട്ട് നമുക്ക് റിട്ടേൺ കിട്ടി കഴിയുമ്പോൾ ടോക്കൺ മെച്യൂരിറ്റി ആയി. മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതായി, എന്താ പറയാ, ആ ടോക്കൺ നമ്മൾ ഇട്ടത് എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തത് അതിന്റെ 2x നമുക്ക് ഓൾറെഡി കിട്ടി. അതിനുശേഷം ആ 2x വന്നിട്ടുള്ള ടോക്കൺ എന്ത് ചെയ്യാം, മെച്യൂരിറ്റി വാലറ്റിലേക്ക് നമുക്ക് കമ്പനിയുടെ മെച്യൂരിറ്റി വാലറ്റിലേക്ക് മാറും. അവിടെ നിന്ന് നമുക്ക് വിൽക്കാൻ ഒരു ഓപ്ഷൻ, നിലവിലുള്ള പ്രൈസിന് വിൽക്കാൻ ഒരു ഓപ്ഷൻ കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ ഫുൾ ഫങ്ഷൻ ആയിട്ടില്ല. നിലവിൽ എത്ര ടോക്കൺ വെച്ചാണ് വിൽക്കണേ, എങ്ങോട്ടാണ് വിൽക്കാൻ പറ്റുക, അതൊന്നും ആയിട്ടില്ല നിലവിൽ. പക്ഷെ ഓൾറെഡി പലരുടെയും വാലറ്റിലേക്ക് ടോക്കൺ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് നിലവിൽ ഇപ്പൊ 10 രൂപ റേഞ്ച് ആണെങ്കിൽ 10 രൂപ റേഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യാം, വിൽക്കാൻ പറ്റും. ഓക്കെ, ഇല്ലെങ്കിൽ നമ്മുടെ ട്രസ്റ്റ് വാലറ്റ് വഴി അതിനെ സാപ്പ് ചെയ്തിട്ട് USDT ആക്കി മാറ്റാനുള്ള ഓപ്ഷനും കമ്പനി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളെ സംബന്ധിച്ച് വലിയൊരു ഫിഗർ. കൂടുതൽ ടോക്കൺ നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പേയ്മെന്റ് മുടക്കിക്കൊണ്ട് ചെയ്യാം. ഇപ്പോൾ 1000 USDT മുടക്കാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ട്, 1000 USDT മുടക്കിയിട്ടുള്ളവരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു 6 മാസം കൊണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഈ പറഞ്ഞ 1000 USDT സ്റ്റേക്കിങ്ങിലൂടെ തന്നെ റിട്ടേൺ കിട്ടും. അതിനുശേഷം വന്നുകൊണ്ടിരിക്കുന്ന ടോക്കൺ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. 8 മാസം കൊണ്ട് നമ്മൾ ഇട്ട എമൗണ്ടിന്റെ 2x നമുക്ക് റിട്ടേൺ കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നാള് എത്ര ടോക്കൺ ആണോ നമുക്ക് സ്റ്റേക്കിങ്ങിൽ വന്നിട്ടുള്ളത്, ഈ ടോക്കൺ എല്ലാം മെച്യൂരിറ്റി വാലറ്റിലേക്ക് ആഡ് ആവുന്നുണ്ട്. അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ മാർക്കറ്റിലേക്ക്, നിലവിലുള്ള മാർക്കറ്റ് പ്രൈസിലേക്ക് വിൽക്കാൻ ഒരു ഓപ്ഷനും കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ പ്രോജക്റ്റിനെ കുറിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഏകദേശം നല്ല പ്രോജക്റ്റുകൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമുക്ക് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളൊന്ന് ഓർമ്മിക്കണം നല്ലതാണ്. കാരണം സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഏത് ടോക്കണും പ്രൈസ് കുറവായിരിക്കും. 2 രൂപ 80 പൈസയ്ക്കാണ് ഈ ലിക്മെക്സിന്റെ ടോക്കൺ ബിനാൻസിൽ ഓൾറെഡി വന്നത്. ഇന്ന് അത് 10 രൂപയിലേക്കാണ് നിൽക്കുന്നത്. ഇപ്പോൾ നമുക്കത് വാങ്ങിക്കാനും അല്ലെങ്കിൽ ഇതുപോലെ മൈൻ ചെയ്തെടുക്കാനും ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ,
ഇനി ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ മാസം അല്ലെങ്കിൽ ഈ ഒരു വർഷം കഴിയുമ്പോൾ ഇതിന്റെ പ്രൈസിൽ വ്യത്യാസം വരും. ഇത് ലിസ്റ്റ് ചെയ്യാൻ പോണ എക്സ്ചേഞ്ചുകളുടെ എണ്ണത്തിൽ കൂടുതൽ എക്സ്ചേഞ്ചിലേക്ക് ലിസ്റ്റ് ചെയ്യും. കമ്പനിയുടെ പ്രോജക്റ്റുകൾ കൂടുതൽ ലൈവാവും. സ്വാഭാവികമായിട്ട് ടോക്കണിന്റെ പ്രൈസ് വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഇത് വാങ്ങിക്കൽ പ്രാക്ടിക്കലായിട്ട് നടക്കില്ല. അപ്പൊ ഇപ്പോഴത്തെ അവസരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഏറ്റവും ബെറ്റർ. ഈ അവസരം മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ആരാണോ ഷെയർ ചെയ്ത് അദ്ദേഹത്തിന് ചോദിക്കാം. ഇതുമായി ബന്ധപ്പെട്ട ലീഡേഴ്സിനോട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഞാൻ ഈ അവസരം, ഇത്രയും നല്ലൊരു അവസരം ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടും എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു സാഹചര്യമായിട്ടും മാത്രം അതിന് കണക്കൂട്ടിയാൽ മതി. ഓക്കെ, താങ്ക് യു.